നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക ക്ഷീരമേഖലകൾക്ക് മുൻതൂക്കം നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അവതരിപ്പിച്ചത് 124,87,85,500 രൂപ വരവും 124,47,64,500 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റ്. ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 171 കേസുകൾ. 5,628 പേരെ പരിശോധിച്ചതിൽ 176 പേരെ അറസ്റ്റ് ചെയ്തു. പരിശോധനകൾ തുടരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം. ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ഈ മാസം 24-ന് മുഖ്യമന്ത്രിയെ കാണും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുന്നത് ജില്ലയിലെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെച്ച ശേഷം ജില്ലാ കളക്ടറുടെ ധിക്കാര നടപടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും സംഘടനാ നേതാക്കൾ. ബൈസൺ വാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. മാലിന്യം നിക്ഷേപിക്കുന്നത് മുതിരപ്പുഴയാറിന്റെ കൈവഴിയായ ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്ത്. ഇതോടെ കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നെന്ന ആരോപണവുമായി നാട്ടുകാർ. വിശദമായ വാർത്തകൾ. കാർഷിക ക്ഷീരമേഖലകൾക്ക് മുൻതൂക്കം നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 124,43,85,500 രൂപ വരവും 124,47,64,500 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അവതരിപ്പിച്ചത്. 124,43,85,500 രൂപ വരവും 124,47,64,500 രൂപ ചിലവും വരുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലയുടെ സമകാലീന പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമകാലീനമായ വികസനം ഏതാണ് എന്ന് പഠിച്ചുകൊണ്ട് അത്തരത്തിൽ ജില്ലയുടെ വികസനങ്ങളിലേക്കും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ വെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലെയും ജില്ലയിലെ മുഴുവൻ മേഖലകളെയും ഈ ബഡ്ജറ്റിൻ്റെ ഓരോ പദ്ധതികളും ചെന്നെത്താൻ ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരുടെയും സഹകരണത്തോടും സ്നേഹത്തോടും അഭിപ്രായത്തോടും കൂടിയാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. സമസ്ത മേഖലയ്ക്കും പരിഗണന നൽകുന്ന ബജറ്റാണെന്ന് ഭരണപക്ഷം പറയുമ്പോൾ പഴയ വീഞ്ഞ പുതിയ കുപ്പിയിലാക്കിയ ബജറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച അടുത്ത ദിവസം നടക്കും. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ സജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വയാഗ്ര ഗുളികകൾ ചേർത്ത് മുറുക്കാൻ വിൽപ്പന നടത്തിയ ബീഹാർ പാട്ന സ്വദേശിയെ തൊടുപുഴയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വയാഗ്ര ഗുളികകൾ പൊടിച്ചു ചേർത്താണ് മുറുക്കാൻ വിൽക്കുന്നതെന്ന് അറസ്റ്റിലായ മുഹമ്മദ് താഹിർ പോലീസിനോട് പറഞ്ഞു. കരിമണ്ണൂർ ബിവറേജിന് സമീപം മുറുക്കാൻകടയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വൻതോതിൽ വയാഗ്ര ടാബ്ലറ്റുകളുടെയും മറ്റ് വിവിധ ഉത്തേജക ഗുളികകളുടെയും ശേഖരം കണ്ടെത്തി. ബീഹാറിലെ പാട്നയിൽ നിന്നും 40 വർഷം മുമ്പ് കേരളത്തിലെത്തി വിവിധ ജോലികൾ ചെയ്യുന്നയാളും ഇപ്പോൾ കോട്ടയം പാലായിൽ താമസക്കാരനുമായ മുഹമ്മദ് താഹിറാണ് കട നടത്തുന്നത്. വയാഗ്ര ഗുളികകൾ പൊടിച്ചു ചേർത്താണ് മുറുക്കാൻ വിൽക്കുന്നതെന്ന് അറസ്റ്റിലായ മുഹമ്മദ് താഹിർ പോലീസിനോട് പറഞ്ഞു. ഇതിനു പുറമെ നിരോധിത ലഹരി വസ്തുക്കളായ ഹാൻസ്, കൂൾ എന്നിവയും ഇയാളുടെ കടയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരിമണ്ണൂർ SHO VC വിഷ്ണുകുമാർ, SI ബിജു ജേക്കബ്, SCPമാരായ അനോഷ്, നജീബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് പരിശോധന. ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 171 കേസുകൾ. 5,628 പേരെ പരിശോധിച്ചു. 176 പേരെ അറസ്റ്റ് ചെയ്തു. 7 പേരെ ജയിലിലടച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ തുടരുന്നത്. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇവ തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ടുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള പോലീസിന്റെ പരിശോധനകൾ തുടരുന്നുമുണ്ട്. ജില്ലയിൽ ഫെബ്രുവരി 22 മുതൽ കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 171 കേസുകളാണ്. 5,628 പേരെ പരിശോധിച്ചു. 176 പേരെ അറസ്റ്റ് ചെയ്തു. 7 പേരെ ജയിലിൽ അടച്ചു.
2 കിലോയിലധികം ഉണക്ക കഞ്ചാവും 1 കഞ്ചാവ് ചെടിയും 115 കഞ്ചാവ് ബീഡികളും കണ്ടെത്തി. 105 ഗ്രാം ഹാഷിഷ് ഓയിൽ, 0.97 ഗ്രാം മെത്താംഫിറ്റമിൻ, 1 ഗ്രാമിലധികം MDMA എന്നിവയും പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തു. ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് നായയുടെ സഹായത്തോടെയാണ് പരിശോധന തുടരുന്നത്. വഴിയോരങ്ങളിലെ പെട്ടിക്കടകളിലും അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും വാഹനങ്ങളിലുമടക്കം പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. തുടർന്നും ജില്ലയിലുടനീളം നിരന്തര പരിശോധനകൾ നടത്തുമെന്നും ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ഈ മാസം 24-ന് മുഖ്യമന്ത്രിയെ കാണും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 24-ന് എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെച്ച ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. ജില്ലാ കളക്ടറുടെ ധിക്കാരപരമായ നടപടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും ചെറുതോണി കരാർ ഭവനിൽ ചേർന്ന സംയുക്ത യോഗം അറിയിച്ചു. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ, കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ, ലോറി ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നടത്തിയ യോഗത്തിന്റേതാണ് തീരുമാനം. കരാർ മേഖലയിലും ഗതാഗത മേഖലയിലുമുള്ള തൊഴിൽ സംരംഭങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അനുദിനം ഉണ്ടാകുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ട ജില്ലാ ഭരണകൂടം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം 3 ടോറസ് ലോറികൾ ജില്ലാ കളക്ടർ നേരിട്ട് പിടിച്ചിട്ടിരിക്കുന്നത്. പോലീസും വില്ലേജ് അധികൃതരുമെല്ലാം പരിശോധിച്ചിട്ടും ഒരു നിയമലംഘനവും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ സമയം പാലിച്ച മുഴുവൻ രേഖകളും കൃത്യമായി സൂക്ഷിച്ച മണലുമായി പോയ ലോറിയാണ് പിടിച്ചിട്ടത്. ലോഡ് കയറ്റിയ ലോറി 3 ദിവസമായി ഭാരം വഹിച്ചു കിടന്നതിനാൽ ടയറുകൾ തകരാറിലാവുകയും ചെയ്തു. ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് വാശിയും വൈരാഗ്യവും തീർത്ത് അധികാര ദുർവിനിയോഗം നടത്തുന്ന രീതി ജില്ലാ ഭരണകൂടത്തിന് ചേർന്നതല്ല. ത്രിതല പഞ്ചായത്തുകളുടെ വർക്കുകൾ, PWD വർക്കുകൾ, ലൈഫ് ഭവന പദ്ധതി, ബജറ്റ് പ്രവൃത്തികൾ, MP MLA ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടന്നുവരികയാണ്. ഇതിനിടെ കാലവർഷത്തിന് മുമ്പ് വീട്, കെട്ടിട നിർമ്മാണത്തിനുള്ള മെറ്റീരിയൽ സ്വകാര്യ വ്യക്തികൾക്കും ആവശ്യമുണ്ടെന്നിരിക്കെ അകാരണമായി നിർമ്മാണ രംഗത്ത് പ്രവർത്തികൾ ഏറ്റെടുക്കുന്നവരെ ദ്രോഹിക്കുന്ന നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതിനു പുറമെയാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ചില പിടിവാശികളും അനാവശ്യമായിട്ട് ഇടപെട്ട് വണ്ടികൾ പിടിക്കുക. എല്ലാ പേപ്പറോടും കൂടി വരുന്ന വണ്ടികൾ പോലും പിടിച്ച് 2-3 ദിവസമൊക്കെ അവരുടെ കസ്റ്റഡിയിൽ വയ്ക്കുക എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് വന്നതും ഒരു കൂട്ടായ ചർച്ചയിലേക്ക് വന്നതും. എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് 24-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് ബോധ്യപ്പെടുത്തും. എന്നിട്ടും ഇതിന് ഒരു അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 24-ാം തീയതി മുഖ്യമന്ത്രിയെ കാണുന്ന ദിവസം ഈ ഇടുക്കി ജില്ലയിലുള്ള എല്ലാ സൈറ്റുകളും, കരാർ മേഖലയിലുള്ള എല്ലാ സൈറ്റുകളും അന്നത്തെ ഒരു ദിവസം പണികൾ നിർത്തിവെച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള ടിപ്പർ സുഹൃത്തുക്കളെല്ലാം അന്ന് ഓട്ടം നിർത്തിവെച്ചുകൊണ്ട് ഒരു സൂചനാ സമരം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി നേതാക്കളായ മനോജ് കറിയ, ജോസ് മാത്യു, സോജു NC ജോൺസൺ, ജോമോൻ മാത്യു, ജെയിൻ അഗസ്റ്റിൻ, KA ചെറിയാൻ, സിനോയ് ജേക്കബ്, ജസ്റ്റിൻ ജോർജ്, KN സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ബൈസൺ വാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. മുതിരപ്പുഴയാറിന്റെ കൈവഴിയായ ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇതോടെ കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. 150ഓളം വീടുകളും അങ്കണവാടികളും സ്ഥിതി ചെയ്യുന്ന മേഖലയായ ബൈസൺ വാലി ടീ കമ്പനി മൃഗാശുപത്രി പടിയിലാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത്. മുതിരപ്പുഴയുടെ പ്രധാന കൈവഴിയായ ഉപ്പാർ തോട് സമീപത്തു കൂടിയാണ് ഒഴുകുന്നത്. ചെറിയ മഴയിൽ പോലും മാലിന്യം ഒഴുകി പുഴയിൽ കലരുകയും സമീപത്ത് കുടിവെള്ള ആവശ്യത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയിൽ കലരുകയും ചെയ്യും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമുള്ളവയാണ് മേഖലയിൽ കുന്നുകൂടി കിടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് മൊത്തം പട്ടി റോഡ് വഴിയെല്ലാം വലിച്ചു നിരത്തി ഹൈവേ എന്ന് ഓർക്കണം. വളരെ മാലിന്യം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ ഭാഗം. അതുകൊണ്ട് സ്മെല്ല് കൊണ്ട് ഈ ഭാഗത്തൂടെ പോകാൻ മേല. ഇതിനകത്ത് മഴ പെയ്ത് ഈ വേസ്റ്റിനകത്ത് വരുന്ന വെള്ളം മൊത്തം ഒലിച്ചിറങ്ങി തോട് വഴി നേരെ ആറ്റിലേക്ക് പോകുന്നു. ഈ ആറ് മൊത്തം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികളും മുതിർന്നവരും എല്ലാം ഇതിനകത്ത് കിടന്ന് ചാടുകയും കളിക്കുകയും ചെയ്യുക. സത്യത്തിൽ ഈ കുഞ്ഞു കുട്ടികൾ അറിയണ്ടോ ഇത്ര മലിനമായിട്ടുള്ള വെള്ളമാണ്? പക്ഷെ പഞ്ചായത്ത് പോലും ഇത് അവരുടെ കണ്ണു തുറന്ന് കാണുന്നില്ല. സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളിൽ നിന്നും മാലിന്യം ഇവിടെ ഉപേക്ഷിക്കാറുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങൾ കിടക്കുന്നതിനാൽ തെരുവ് നായ ശല്യവും രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യത്തിന് തീയിടുന്നതിനാൽ പുകയും വൻ ദുർഗന്ധവും നിറഞ്ഞ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു.
ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ മണ്ണ് കൊണ്ട് അവർ ചാടിച്ചു. ആ റോഡുകാർ മാറ്റി തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ എന്തുകൊണ്ടോ ഇതുവരെ അത് മാറ്റി തന്നിട്ടില്ല. അത് കാരണം നിലവിൽ അതിൻ്റെ പുറകിലാണ് ഈ പഞ്ചായത്തിൻ്റെ വക ഈ ദ്രോഹവും. ഈ നാട്ടിൽ വെള്ളക്ഷാമമുള്ള ഏരിയയാണ്. ഈ പ്രദേശത്ത് എട്ടൂർ, കുയിൽമല, ടീക്കമ്പനി ഇങ്ങനെ 3-4 പ്രദേശത്തിലുള്ള മൊത്തം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തോടാണിത്. ആ തോടിനെയാണ് ഈ രീതിയിൽ മാലിന്യമുക്തമായിട്ട് ആക്കിയിട്ടേക്കുന്നത്. ഇതിൽ നിന്ന് പഞ്ചായത്ത് പിന്തിരിയണമെന്ന് ഞങ്ങൾ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ മാലിന്യം ശേഖരിക്കുന്നതിനായി ഇവിടെ സംസ്കരണ കേന്ദ്രവും പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിനായുള്ള പ്രവർത്തനവും ആരംഭിച്ചു. മാലിന്യ നിക്ഷേപവും സംസ്കരണവും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. അതേസമയം നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. +2 തല മലയാളം പരീക്ഷാ ചോദ്യപേപ്പറിൽ വ്യാപക അക്ഷരത്തെറ്റുകൾ. 13ഓളം ചോദ്യങ്ങളിലാണ് അക്ഷരത്തെറ്റുകൾ കണ്ടെത്തിയത്. മലയാളം പരീക്ഷയിലെ ചോദ്യപേപ്പറിലുണ്ടായ അക്ഷരത്തെറ്റുകൾ വലിയ ചർച്ചയാവുകയാണ്. മാർച്ച് 19 നടന്ന +2 പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് വ്യാപക അക്ഷരത്തെറ്റുകൾ കണ്ടെത്തിയത്. മലയാളം പരീക്ഷയിലെ ചോദ്യപേപ്പറിലുണ്ടായ അക്ഷരത്തെറ്റുകൾ വലിയ ചർച്ചയാവുകയാണ്. 4, 5, 9, 10, 11, 12, 14, 17, 19, 20, 26 എന്നീ നമ്പർ ചോദ്യങ്ങളിലാണ് അക്ഷരപ്പിശക് വന്നിരിക്കുന്നത്. താമസം എന്നുള്ള വാക്കിന് പകരം താസമം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സച്ചിനെക്കുറിച്ച് എന്നതിന് പകരം സച്ചിനെക്കറിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ 12ഓളം ചോദ്യങ്ങളിൽ അക്ഷരപ്പിശകും ഏതാനും ചോദ്യങ്ങളിൽ ആശയക്കുഴപ്പവുമാണുള്ളത്. മാതൃഭാഷാ പരീക്ഷയെ തന്നെ ഇത്തരത്തിൽ അധികൃതർക്ക് തെറ്റുപറ്റുന്നത് വിദ്യാഭ്യാസ നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഡയറക്റ്റായി 13 ചോദ്യങ്ങളിലെ മലയാളം ചോദ്യങ്ങളിൽ അതീവ ഗുരുതരമായ അക്ഷരപ്പിശകുകൾ കടന്നുകൂടിയിട്ടുണ്ട്. മറ്റ് പല ചോദ്യങ്ങളുടെയും അർത്ഥം മലയാളത്തിൽ ഒരുവിധമുള്ള ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അർത്ഥശൂന്യമായ വാക്കുകളുടെ കൂടിച്ചേരലുകളായി ചോദ്യപേപ്പർ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. താമസം എന്ന വാക്ക് പരീക്ഷയിൽ ചോദ്യപേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് താസമം എന്നാണ് പരീക്ഷാ പേപ്പറിൽ വന്നിരിക്കുന്നത്. അതുപോലെയുള്ള ഏതാണ്ട് 13ഓ 14ഓ അക്ഷരത്തെറ്റുകൾ കൊണ്ട് ഇത്രമാത്രം സമ്പന്നമായ ഒരു മലയാളം ചോദ്യപേപ്പർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മലയാളം പരീക്ഷ പഠിച്ച് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് ചോദ്യക്കടലാസ് തന്നെ സമ്പൂർണമായ അച്ചടിപ്പിച്ചുള്ള ഒന്നാക്കി വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് കേരളത്തിലെ സെക്കൻഡറി തല പരീക്ഷാ ഭവനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അച്ചടിപ്പിശക എന്ന് പറഞ്ഞ അധികൃതർ തലയൂരുമെങ്കിലും ഇത് വർഷങ്ങളായിട്ടുള്ള പതിവാണ്. ഇതോടെ ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകർക്ക് ആദ്യം പരീക്ഷ എഴുതണമെന്ന ആക്ഷേപവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. ചോദ്യപേപ്പറുകളിൽ പാടെ അക്ഷരത്തെറ്റുകളുണ്ടെങ്കിലും പരീക്ഷയുടെ കാഠിന്യം കുറഞ്ഞോ എന്നത് വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആദിവാസി ഉന്നതികളിൽ അധിവസിക്കുന്നവരുടെ അറിവും അനുഭവ സമ്പത്തും പങ്കുവെക്കുന്നതിനായി ഗോത്രഭേരി സെമിനാർ സംഘടിപ്പിച്ചു. കാടറിയുന്നവരുടെ കാട്ടറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഗോത്രഭേരിയുടെ ലക്ഷ്യം. വെള്ളപ്പാറ ഫോറസ്റ്റ് ഡോർമെറ്ററിയിൽ നടന്ന സെമിനാർ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പരമ്പരാഗത രീതികൾ അനുവർത്തിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോയതാണ് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാനിടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൾവനത്തിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങളുണ്ട്. എന്നാൽ പുതിയ ആഹാര രീതികൾ മനസ്സിലാക്കിയ വന്യമൃഗങ്ങൾ വീണ്ടും മനുഷ്യവാസ മേഖലയിൽ എത്തുകയാണെന്നും കോവിൽമല രാജാവ് പറഞ്ഞു. അപ്പം മുൻകാലങ്ങൾ സംഭവിച്ചത് നമുക്കിനി തിരുത്താൻ കഴിയില്ല. നിലവിൽ നടക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നാളുകളിൽ എന്താണെന്ന ഒരു ചർച്ചയാണ് അനിവാര്യം. പക്ഷേ അതൊരു വലിയൊരു പ്രതിസന്ധിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെറ്റിൽമെൻറ്റുകൾ എന്നുള്ളത് പട്ടികവർഗ സമൂഹങ്ങൾ താമസിച്ചിരുന്ന ഊരുകൾ എന്നുള്ളത് ഒറ്റപ്പെട്ടോ പല ഊരുകളായിട്ടോ അവിടെയെല്ലാം ആയിട്ടാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഊരിലുള്ള ജനങ്ങളെയും സംരക്ഷിക്കാൻ പാകത്തിനുള്ള, നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ പാകത്തിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് അതിലുപരി ഒരുപാട് ജനവാസമുള്ള ഒരു മേഖലയെ മാറിയിരിക്കുകയാണ്. മാത്രമല്ല വനത്തിനുള്ളിലേക്ക് ഏത് തലത്തിലും കടന്നു പോകാനായിട്ട് മനുഷ്യനും കഴിയും. വനത്തിനുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു കാലഘട്ടം നിലകൊള്ളുന്നത്.
പരിപാടിയിൽ ട്രൈബൽ നോളജ് സംസ്ഥാന കോർഡിനേറ്റർ രാജു കെ ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. കേരളത്തിൽ അധികരിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനു വേണ്ടി കേരള വനംവകുപ്പ് നടപ്പിലാക്കുന്ന 10 മിഷനുകളിൽ ഒന്നായ മിഷൻ ട്രൈബൽ നോളജിന്റെ ഭാഗമായാണ് ഗോത്രഭേരി എന്ന പേരിൽ കോട്ടയം ഡിവിഷൻ, ഇടുക്കി വന്യജീവി ഡിവിഷൻ എന്നിവിടങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചത്. വിവിധ ആദിവാസി ഉന്നതികളിൽ നിന്നുമായി 45 പേർ സെമിനാറിൽ പങ്കെടുത്തു. പീച്ചി കേരള വന ഗവേഷണ കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ AV ഇരക്കു വിവരങ്ങൾ ശേഖരിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഇടുക്കി അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് PK വിപിൻ ദാസ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ റോയി ആനിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആനയിറങ്ങലിൽ കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 8 വയസ്സോളം പ്രായം വരുന്ന പിടിയാനയാണ് ചെരിഞ്ഞത്. കാട്ടാനക്കൂട്ടത്തിനൊപ്പം നടക്കുന്നതിനിടെ കാൽ വഴുതി വീണ് അപകടം പറ്റിയതാവാമെന്നാണ് പ്രാഥമിക നിഗമനം. ആനയിറങ്കൽ പുതുപ്പരട്ടിൽ തേയിലത്തോട്ടം മേഖലയിലാണ് 8 വയസ്സോളം പ്രായം വരുന്ന കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ജഡത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് നിഗമനം. തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയവരാണ് ജഡം കണ്ടതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഞാൻ കണ്ട് പിന്നെ ഫീൽഡ് ഓഫീസർ, മാനേജർ എല്ലാം കണ്ട് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ എല്ലാ ആൾക്കാരും വന്ന് കണ്ടിട്ട് ആ മൂലയ്ക്കും ഒരു 7-8 ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി 8ഓളം വരുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. ഇതിനിടെ കുട്ടിയാന 20 അടിയോളം താഴ്ച വരുന്ന പ്രദേശത്തേക്ക് കാൽ വഴുതി വീണതാകാമെന്നാണ് കരുതുന്നത്. തേക്കടിയിൽ നിന്നും വനംവകുപ്പിന്റെ വെറ്റിനറി സംഘം എത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ജഡം കത്തിക്കും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരുമോണ്ടിൽ പണികഴിപ്പിച്ച ടൂറിസം സെന്ററിന്റെ പൂർത്തീകരണം അനിശ്ചിതത്വത്തിൽ. 2015 ആരംഭിച്ച പദ്ധതി 10 വർഷം പിന്നിടുമ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് നഷ്ടമാകുന്നത്. സൗജന്യമായി ലഭിച്ച 5 സെന്റ് സ്ഥലത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടി രൂപയോളം മുടക്കി കെട്ടിടം നിർമ്മിച്ചത്. 12 മുറികളാണ് ടൂറിസം സെന്ററിനുള്ളത്. 2015 നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പിന്നീട് നടത്തി. പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ ചില അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ചൂണ്ടിക്കാട്ടി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് NOC നൽകുന്നതിന് നിയമ തടസ്സങ്ങൾ ഉന്നയിച്ചതും കാലതാമസം നേരിട്ടു. പ്രധാന നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. സന്ദർശകർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്ത പ്രദേശമാണ് കാൽവരി മൗണ്ട്. സമീപ പ്രദേശങ്ങളിൽ സ്വകാര്യ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമെല്ലാം മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടവും പരിസരവും കാടുകയറി നശിക്കുകയാണ്. 2015 ആരംഭിച്ച പദ്ധതി ഏതാണ്ട് 10 വർഷങ്ങൾ പിന്നീടുമാണ്. ഇതേവരെ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഈ പരിസരങ്ങളിലെല്ലാം നിരവധി സ്വകാര്യ റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഗവൺമെൻറ് തുടങ്ങിയൊരു പദ്ധതി ഇതേവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്നത് വളരെ ഖേദകരമാണ്. ഒന്നാമത് ഇവിടെ ഈ പ്രദേശങ്ങളിൽ ആളുകൾക്ക്, വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. വിദേശത്തു നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠന വിദ്യാർത്ഥികൾ സ്റ്റഡി ടൂറുകൾ വരുന്നുണ്ട്. നിരവധി ആളുകൾ ഓരോ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു 10 വർഷക്കാലമായിട്ട്, ഏതാണ്ട് പണി പൂർത്തീകരിച്ചിട്ട് തന്നെ 7 വർഷങ്ങൾ പൂർത്തീകരിച്ചു. അപ്പോൾ ഈ കെട്ടിടം ഇതുവരെ ഒന്ന് തുറന്നു കൊടുക്കാനുള്ളൊരു സംവിധാനമായിട്ടില്ല. ഇതിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പണികൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് ഇത് തുറന്നു കൊടുത്താൽ നാടിനും പ്രയോജനകരമാണ്, ബ്ലോക്ക് പഞ്ചായത്തിന് പ്രയോജനകരമാണ്. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇവിടെ തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അധികൃതർ ഇടപെട്ട് അടിയന്തരമായി കെട്ടിടം തുറന്നു കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് സന്ദർശകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. പുരോഗമന കലാസാഹിത്യ സംഘം ശില്പശാല 23-ന് കട്ടപ്പനയിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ യക്ഷിയും നിലാവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന മേഖലാ കമ്മിറ്റി കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ 23-ന് ഉച്ചകഴിഞ്ഞ് 2-ന് കട്ടപ്പന EMS ഓഡിറ്റോറിയത്തിൽ ശില്പശാല സംഘടിപ്പിക്കും. സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ എഴുത്തുകാരൻ KM മണിയുടെ യക്ഷി നിലാവും എന്ന കഥാപുസ്തകം പ്രകാശനം ചെയ്യും. അത് 23/3/2025 ഞായറാഴ്ച 2 മണിക്ക് കട്ടപ്പന EMS ഹാളിൽ വെച്ച് നടക്കും. ഈ ശില്പശാലയുടെ വിഷയം കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നുള്ളതാണ്. ഈ ശില്പശാലയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ അത് ഉദ്ഘാടനം ചെയ്യും. കവിയും മാധ്യമപ്രവർത്തകനുമായ KT രാജീവ് പുസ്തകം ഏറ്റുവാങ്ങും. സംസ്ഥാന കൗൺസിൽ അംഗം MC ബോബൻ പുസ്തകം പരിചയപ്പെടുത്തും. ജില്ലാ സെക്രട്ടറി K ജയചന്ദ്രൻ, പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ, KR രാമചന്ദ്രൻ, കാഞ്ചർ രാജൻ, മോബിൻ മോഹൻ, ജോസ് വെട്ടിക്കുഴ, ഷെർലി മണലിൽ, അനിത റിജി, R മുരളീധരൻ,
ടി.കെ. വാസു, അഡ്വക്കേറ്റ് ദീപു, എം.എ. സുരേഷ്, തോമസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇതിന്റെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ പുരോഗമന കലാസാഹിത്യ സംഘം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കേരളം പ്രത്യക്ഷത്തിനും അപ്പുറം, കാരണം നാം കാണുന്ന കേരളമല്ല, കേരളത്തിൻ്റെ അന്തരംഗം അല്ല, അതിൻ്റെ ഹൃദയം വല്ലാണ്ട് മലീമസമാകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അപ്പുറത്തെ കാഴ്ച കൂടി നമുക്ക് കാണേണ്ടതുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മേഖലാ പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സുഗതൻ കരുവാറ്റ, അഡ്വക്കേറ്റ് വി.എസ്. ദീപു, കെ.എ. മണി, ടി.കെ. വാസു, അനിത റജി തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി താലൂക്ക് ആശുപത്രിയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം 9-ന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ ഭരണസമിതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് സർക്കാർ നിലപാടാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങളാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ആശുപത്രിയുടെ കാഷ്വാലിറ്റി ബ്ലോക്കിന് ഫയർ NOC ലഭിച്ചിട്ടില്ല. ദേശീയപാതയോട് ചേർന്നുള്ള ആശുപത്രി എന്ന നിലയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആശുപത്രിയിൽ മിനി ICU സ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു. അതിനടിസ്ഥാനപരമായി എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അതിന് അടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒരു അടിയന്തര സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു വിധ നടപടികളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരുമാനത്തിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതി വിഹിതത്തിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുഴുവൻ മെയിൻ്റനൻസ് ഗ്രാൻഡ് അടിമാലി താലൂക്ക് ആശുപത്രിക്കും ചിത്രപുരം CHSക്കുമായി മാത്രമാണ് കൊടുക്കുന്നത്. അതിൽ തന്നെ 7,12,00,000-ലധികം രൂപയാണ് നാളിതുവരെ കഴിഞ്ഞ 4.5 വർഷക്കാലമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ 2 ആശുപത്രിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്രമാത്രം താല്പര്യത്തോടുകൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ താലൂക്ക് ആശുപത്രിയെ കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിലെ രോഗികൾ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട്. മാമോഗ്രാം പദ്ധതിക്ക് വേണ്ടിയുള്ള യന്ത്ര സാമഗ്രികൾ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തത് മൂലം പ്രവർത്തനം തുടങ്ങുവാൻ സാധിച്ചിട്ടില്ല. ആശുപത്രിയിൽ സർജനും ഫിസിഷ്യന്മാരും ഉണ്ടെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയില്ല. സർക്കാരിന്റെ ഇത്തരം അവഗണനകൾക്കെതിരെ അടുത്ത മാസം 9-ന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ജോർജ് തോമസ്, CK പ്രസാദ്, ഷാൻഡി ബേബി, ബിന്ദു രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടിപ്പെരിയാർ വാളാടിക്ക് സമീപം ഓട്ടോറിക്ഷയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റ 62-ാം മൈൽ സ്വദേശി മഞ്ജുളയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാറിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. വണ്ടിപ്പെരിയാർ വാളാടി പ്ലാക്കാട് ഗേറ്റിന് എതിർവശത്തായാണ് അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാറിൽ നിന്നും 62-ാം മൈലിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ വാളാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓൾട്ടോ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാർ നിർത്താതെ പോയി. ഓട്ടോറിക്ഷ റോഡിലേക്ക് മറിയുകയും ചെയ്തു. ഓട്ടോറിക്ഷയിൽ യാത്രക്കാരായി 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 62-ാം മൈൽ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന മഞ്ജുളയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാർ മഞ്ജുളിയെ വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മരണവീട്ടിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് അപകടമുണ്ടായതെന്ന് മഞ്ജുളയുടെ ഭർത്താവ് പറഞ്ഞു. ഞങ്ങൾ ഗ്രാമിൽ ഒരു മരണത്തിന് പോയിട്ട് വീട്ടിൽ തിരിച്ചു പോയത്. വാളടി കഴിഞ്ഞിട്ട് ആ ടേണിയിൽ വെച്ചിട്ട് പ്ലാക്കാട് ടേണിങ്ങില്ലേ അവിടെ വെച്ചിട്ട് ഈ ഒരു കാറും വേഗത്തിൽ വന്ന് ഓട്ടോ തട്ടി മറിച്ചിട്ടിട്ട് വിട്ടു പോവുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ വേഗം ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് നിസ്സാര പരിക്കുകളേറ്റു. വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസ് കാറിനായി അന്വേഷണം ആരംഭിച്ചു. മധ്യവയസ്കനെ വീടിന് സമീപമുള്ള തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 16-ാം കണ്ടം മുണ്ടേത്ത് അബ്ദുൽ കരീമാണ് മരിച്ചത്. തനിയെ താമസിക്കുന്ന ഇദ്ദേഹം സമീപമുള്ള തോട്ടിൽ സ്ഥിരമായി കുളിക്കുവാൻ പോകുമായിരുന്നു. സമീപവാസിയാണ് അബ്ദുൽ കരീമിനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപസ്മാര രോഗിയായിരുന്നു അബ്ദുൽ കരീം. മുരിക്കാശ്ശേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും ടൂറിസത്തിനും പ്രാധാന്യം നൽകിയുള്ള മിച്ച ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് ബജറ്റ് അവതരിപ്പിച്ചു.
പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 27,05,17,648 രൂപ വരവും 26,58,91,260 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ അതാത് സഭയ്ക്കുള്ള നിർദ്ദേശങ്ങളനുസരിച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്കും വിഭവസമാഹരണങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്കും നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ ജനപങ്കാളിത്തത്തോടെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഭവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം കാർഷിക മേഖല, ഗ്രാമീണ റോഡുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതികൾ, മാലിന്യ സംസ്കരണം, വനിതകൾക്കും യുവാക്കൾക്കുമായുള്ള നവീന പദ്ധതികൾ, വയോജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ, SC/ST വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ആരോഗ്യമേഖല വികസനം, ടൂറിസം പദ്ധതി, മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം എന്നിവയ്ക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 27,05,17,648 രൂപ വരവും 26,58,91,260 രൂപ ചിലവും 46,26,388 രൂപ നീക്കിബാക്കിയുമുള്ള ഒരു സമസ്ത മേഖലയെ സ്പർശിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിച്ചത്. ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ 4 വർഷങ്ങളിൽ എല്ലാ മേഖലയെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പശ്ചാത്തല മേഖലയ്ക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തുക അപര്യാപ്തമാണ്. ശോചനീയാവസ്ഥയിലുള്ള അങ്കണവാടികൾക്ക് തുക അനുവദിച്ചില്ല. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും ഉൾപ്പെടുത്തിയില്ലെന്ന് പ്രതിപക്ഷ അംഗം ബെന്നി പാലക്കാട് പറഞ്ഞു. അപര്യാപ്തതകൾ ധാരാളമായി കടന്നുകൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് അംഗൻവാടി മേഖലയാണ്. അധിവസിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോ രാവിലെ മുതൽ വയ്യോളം ജീവിച്ചു പോകുന്ന കെട്ടിടങ്ങളാണ്. 21 കെട്ടിടങ്ങളിൽ 7 എണ്ണം ഫിറ്റ്നസ് പോലും കിട്ടാൻ കഴിയാത്ത കെട്ടിടങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി ആകെ വകവിളിച്ചിരിക്കുന്നത് 30 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ അത് ഒരു അപര്യാപ്തതയാണ്. അടിയന്തിരമായി മുഴുവൻ കെട്ടിടങ്ങളും പണി പൂർത്തീകരിച്ച് ഫിറ്റ്നസ് കിട്ടുന്ന നിലയിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തി വെക്കേണ്ടതായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 1 കോടി രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രോജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം പ്രൈം ടെക് എഞ്ചിനീയറിംഗിനാണ് നിർമ്മാണ ചുമതല. തോട്ടം മേഖലയിൽ നിന്നും നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുക്കുവാൻ വേദിയായ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്ത് 9 അടി ഉയരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കും. ഈ ഭാഗത്തായി വോളിബോൾ കോർട്ടും കബഡി കോർട്ടും നിർമ്മിക്കും. സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശന കവാടം മുതൽ ഫെൻസിംഗ് നിർമ്മിച്ച് ഗേറ്റ് സ്ഥാപിച്ച സ്റ്റേഡിയം സുരക്ഷിതമാക്കും. എറണാകുളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രൈം ടെക് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഏറ്റെടുത്ത വർക്കുകൾ അനുസരിച്ച് ഈ ഹൈവേയുടെ സൈഡിൽ 9 മീറ്റർ ഫെൻസിങ്ങും ബാക്കിയുള്ള സൈഡിൽ 6 മീറ്ററിൻ്റെ ഫെൻസിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്ക് നടക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിൽ 2 ഡ്രൈനേജുകളുണ്ട്. മഴക്കാലത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് 2 ഡ്രൈനേജുകളും സ്ഥാപിക്കുന്നു. പിന്നെ സയൻറ്റിഫിക്കായിട്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള മണ്ണൊക്കെ എടുത്തിട്ട് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് സ്റ്റേഡിയത്തിനുള്ളിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ ഇരുവശങ്ങളിലും ഡ്രെയിനേജുകൾ സ്ഥാപിക്കും. നിലവിൽ വെളിച്ച സൗകര്യമില്ലാത്ത മിനി സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കും. സ്റ്റേഡിയത്തിലെ ഗ്യാലറി നവീകരിച്ച് ഇരിപ്പിട സൗകര്യവും ഒരുക്കും. പീരുമേട് MLA വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിയിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷവും വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാൽക്കുളമേട് ഭാഗത്തെ കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 51 അംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ജനകീയ കമ്മിറ്റി രൂപീകരണത്തിന് CPM ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു നേതൃത്വം നൽകി. 50 വർഷക്കാലമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാൽക്കുളം ഭാഗത്ത് ജീവിക്കുന്ന കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 51 അംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. കഴിഞ്ഞ ദിവസം പാൽക്കുളം ഭാഗത്ത് 50 വർഷക്കാലമായി കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന കുത്തനാപ്പള്ളി നിജോ പോളിന്റെ വീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ട് നശിപ്പിക്കുകയും വീടിന്റെ മേൽക്കൂര ആക്രിക്കടയിൽ വിൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പാൽക്കുളം ഭാഗത്തെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. CPM ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ് ഏതാണ്ട് 10-15 വീട്ടുകാരാണ് ആ പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കുട്ടികൾ സ്കൂളിൽ പഠിച്ചതും
അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അവരുടെ ഉപജീവനമാർഗമെല്ലാം അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ഭൂമിയിൽ നിന്നും ആദായമെടുത്താണ് അവിടെ അവർ ജീവിച്ചത്. ഇപ്പോൾ കാലങ്ങൾ ഇത്രയായപ്പോഴും നമ്മുടെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോറസ്റ്റ് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ഫോറസ്റ്റ് അവിടെ ഒരു ക്യാമ്പിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയത്. എന്നാൽ ഇത്രയും കാലം കൃഷി ചെയ്യുന്ന, അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ ആർക്കും അറിയാം, ഏതാണ്ട് ഒരു 40 വർഷം 50 വർഷം പഴക്കമുള്ള ദേഹണങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു വാഹനം പോലും കടത്തിവിടാൻ പറ്റാത്ത രീതിയിൽ ഫോറസ്റ്റ് വലിയ പ്രതിരോധം തീർക്കുകയാണ്. കർഷക സംഘം മേഖലാ സെക്രട്ടറി ബിജു ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. എബിൻ ജോസഫ്, അഗസ്റ്റിൻ സേവിയർ, ശശി ചിറക്കൽ, അപ്പുക്കുട്ടൻ KC തുടങ്ങിയവർ സംസാരിച്ചു. ജോഷി മാത്യു ചെയർമാനായും നിജോ പോൾ കൺവീനറായും 51 അംഗ ജനകീയ കമ്മിറ്റിക്കും രൂപം നൽകി. ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൺ വാലി ടൗണിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. ചൊക്രമുടി മലമുകളിൽ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കയ്യേറ്റ മാഫിയെ 197 ദിവസം കൊണ്ട് മുട്ടുകുത്തിച്ച നാട്ടുകാരോടും മാധ്യമപ്രവർത്തകരോടുമുള്ള നന്ദി പ്രകടനത്തിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊക്രമുടിയിലെ കയ്യേറ്റത്തിന്റെ വാർത്തകൾ പുറത്തുവന്നതോടെ നാട്ടുകാർ രൂപീകരിച്ച ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നിതാന്ത ജാഗ്രതയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയമനത്തിനും പട്ടയം റദ്ദാക്കുന്നതുവരെയുള്ള റവന്യൂ നടപടികൾക്കും കാരണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല MLA, ഡീൻ കുര്യാക്കോസ് MP, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ തുടങ്ങിയ നിരവധി പ്രമുഖർ ചൊക്രമുടിയിൽ എത്തിയതിനും കാരണമായത് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ദിവസം ചൊക്രമുടിയിലെ 13.79 ഏക്കർ ഭൂമിയുടെ പട്ടയം റദ്ദ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ചൊക്രമുടി സംരക്ഷണ സമിതി ബൈസൺ വാലിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ മാധ്യമപ്രവർത്തകരായ സന്ദീപ് രാജാക്കാട്, ജോജി ജോൺ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സമിതി ചെയർമാൻ VB സന്തോഷ്, കൺവീനർ VK ഷാബു, വൈസ് ചെയർമാൻ ബൈജു ബാലകൃഷ്ണൻ, ചൊക്രമുടി കാണി കുമാരസ്വാമി, ബിനോയ് ചെറുപുഷ്പം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സേവ് ഫുഡ്, ഷെയർ ഫുഡ്, ഭക്ഷണം പാഴാക്കരുത് എന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണ തെരുവ് നാടകം സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ നടന്ന പരിപാടിയിൽ മരിയൻ കോളേജിലെ വിദ്യാർത്ഥികളാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. രാജ്യത്ത് വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായി പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ 60 മില്യൺ ടൺ ഭക്ഷണമാണ് ഓരോ വർഷവും മണ്ണിൽ കുഴിച്ചുമൂടപ്പെടുന്നത്. എന്നാൽ ഇതേസമയം ഭക്ഷണമില്ലാതെ ഒരു വശത്ത് ഒട്ടനവധി ആളുകൾ ദുരിതം അനുഭവിക്കുന്നു. ഇങ്ങനെ പാഴാക്കുന്ന ഭക്ഷണം ഇവരിലേക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ വഴി എത്തിച്ച ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് ജില്ലാ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചത്. മരിയൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു തെരുവ് നാടകം. നമ്മളൊക്കെ ഒരുപാട് നമ്മളൊരു ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭക്ഷണം നമ്മൾ വേസ്റ്റായി പോകുന്നുണ്ട്. ഒരു കൃത്യമായ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 67 മില്യൺ ടൺ ഫുഡാണ് നമ്മൾ ആനുവലി ഇന്ത്യയിൽ നമുക്ക് വേസ്റ്റ് ആവുന്നത്. എന്നാൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇത് ഭക്ഷണം കിട്ടാത്തവരുണ്ട്. ഭക്ഷണം കിട്ടാത്ത, അതായത് പട്ടിണി കിടക്കുന്ന ആളുകളും ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടാത്ത ആളുകളുമായി ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് ഈ വേസ്റ്റ് ആവുന്ന ഭക്ഷണം ഈ രീതിയിൽ വെറുതെ ആവാതെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫുഡ് സേഫ്റ്റി പീരിമേഡ് ഓഫീസർ ഡോക്ടർ മിഥുൻ M പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശ്രീരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു P ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയിൽ MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴമെന്ന സാഹിത്യകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവും നടക്കും. ഈ മാസം 25-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാഹിത്യകാരൻ മോബിൻ മോഹനൻ വിഷയം അവതരിപ്പിക്കും. നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവും 25-ാം തീയതി ലൈബ്രറി ഹാളിൽ വെച്ച വൈകിട്ട് 6 മണിക്കാണ് നടക്കുന്നത്. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി ഏപ്രിൽ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച 6 മണിക്ക് കട്ടപ്പന ലൈബ്രറിയിൽ വെച്ച് MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയുള്ള സംവാദം നടത്തപ്പെടുകയാണ്. ഈ സംവാദത്തിന്റെ ഉദ്ഘാടന കർമ്മം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ CB പാറപ്പായി നിർവഹിക്കുന്നതും ഇത് പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ മോബിൻ മോഹൻ ഇതിന്റെ സംവാദം തുടക്കം കുറിക്കുന്നതുമാണ്. ഈ സംവാദത്തിന് നമ്മുടെ ജില്ലയിലെ, നമ്മുടെ മേഖലയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാരും പങ്കെടുക്കുന്നതാണ്. ഈ 25-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന ഈ സംവാദത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയും
ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനത്തോട്ടം അധ്യക്ഷത വഹിക്കും. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സിബി പാറപ്പായി ഉദ്ഘാടനം നിർവഹിക്കും. സാഹിത്യകാരൻ മോബിൻ മോഹനൻ വിഷയം അവതരിപ്പിക്കും. തുടർന്ന് വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും നടക്കും. യോഗത്തിൽ വെച്ച് ദീർഘകാലം പബ്ലിക് ലൈബ്രറിയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത PJ വർക്കി പൂത്തറയെ ആദരിക്കും. സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ വിജയം കൈവരിച്ചിരിക്കുകയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ. കുടനിർമ്മാണം, തയ്യൽ പരിശീലനം എന്നിവയിലൂടെയാണ് ഇവർ സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ മിഷൻ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയിലൂടെയാണ് സ്വയം തൊഴിൽ പരിശീലനം പൂർത്തീകരിച്ചത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ ഇനി സ്വയം തൊഴിലിലൂടെ നാടിന്റെ അഭിമാനമായി മാറും. ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ സഹായത്തോടെ കുടനിർമ്മാണവും തയ്യൽ പരിശീലനവും നേടിയാണ് കുടുംബശ്രീ പ്രവർത്തകർ സ്വയം പര്യാപ്തതയിൽ എത്തിയത്. യുവ സംരംഭകരെ കണ്ടെത്തി അവർക്ക് പരിശീലനവും പ്രോത്സാഹനവും നൽകുക, കുടുംബശ്രീ അംഗങ്ങളെയും സ്ത്രീകളെയും സ്വയം പര്യാപ്തതയിലെത്തിക്കുക, സാമ്പത്തിക ഉന്നമനത്തിനായുള്ള തൊഴിൽ പരിശീലനം നൽകുക, വിവിധ സംരംഭങ്ങളിലൂടെ പുരോഗതി കൈവരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ജില്ലാ മിഷന്റെയും കുടുംബശ്രീ CDSന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വീട്ടമ്മമാർക്കായി ക്ലാസുകൾ സംഘടിപ്പിച്ചത്. കുടകൾ നിർമ്മിക്കുവാനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാനുമുള്ള പരിശീലനമാണ് നൽകിയത്. ഞങ്ങളെ 20ഓളം കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതിലെ ഇന്ന് ഒരു കുട പരിശീലനമായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകൾ മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ജില്ലാ മിഷന്റെ കോഴ്സ് ഇത് ഇന്ന് നടന്നത് കുട പരിശീലനമാണ്. 42 പേരുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. സാമ്പത്തിക സഹായം ഞങ്ങൾ കൊടുക്കുന്നില്ല. സബ്സിഡി ഉള്ള ഒത്തിരി ലോണുകളുണ്ട്. കുടുംബശ്രീ വഴി ഒത്തിരി ലോണുകൾ അനുവദിക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിന് ചോദിച്ച് വാങ്ങിച്ച് എന്ത് സംരംഭം തുടങ്ങാം. കുടുംബശ്രീ വഴിയാണ് എല്ലാം ചെയ്യുന്നത്. 32 ദിവസത്തോളം നടന്ന പരിശീലനത്തിലൂടെ മികച്ച സംരംഭക യൂണിറ്റ് തുടങ്ങുവാനുള്ള സഹായങ്ങൾ ലഭിച്ചതായി കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നു 2 ദിവസം കഴിഞ്ഞാൽ സാറിനോടും ടീച്ചറിനോടും പറഞ്ഞു ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് മെഷീൻ ചവിട്ടാൻ ഒരു വശമില്ല, സൂചിയെ നൂല് കൊടുക്കണമെങ്കിൽ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറും പറഞ്ഞു പഠിക്കാനല്ലേ വന്നേ, പറ്റും എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞാനത് പഠിച്ചു. 15 ദിവസം കൊണ്ട് ഞാൻ സ്വന്തമായി ചുരിദാർ തയ്ച്ചു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു വെറുതെ പോകുന്നതാണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു വാശി അല്ല എന്ന് ബോധ്യപ്പെടുത്തണം. ഞാനതുകൊണ്ട് ചുരിദാർ തയ്ച്ച് വീട്ടിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ശരി പൊക്കോ എന്ന് പറഞ്ഞു. എൻ്റെ മെഷീൻ നന്നാക്കി തന്നു. ഞാനതുകൊണ്ട് പോയി തയ്ച്ചു. ഇപ്പം നിലവിൽ ഞാൻ 4 ചുരിദാർ സ്വന്തമായിട്ട് തയ്ച്ചിട്ടു. പരിശീലനത്തിന്റെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുകളിൽ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ സന്തോഷ്, CDS വൈസ് ചെയർപേഴ്സൺ ഓമന ജയചന്ദ്രൻ, സ്മിത പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. മിൽമ എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഫാർമേഴ്സ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു മിൽമ എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഫാർമേഴ്സ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നിരവധി ക്ഷീര കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ അതുപോലെ തന്നെ കാലിക്കറ്റ് സബ്സിഡി, അതുപോലെ തന്നെ പാൽ ഇൻസെന്റീവ് എല്ലാം നമ്മൾ നൽകാൻ ശ്രമിച്ചതിലും ഒരു പരിധിവരെയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വർഷം നമ്മൾ ഓരോ പശു വളർത്തുന്നവർക്ക് പശു മേടിക്കുന്നവരുടെ സബ്സിഡി എല്ലാ വാർഡിലും ഒരെണ്ണമാണ് വെച്ചിട്ടുള്ളതായിരുന്നു. 6 ലക്ഷം രൂപ പദ്ധതിയായിരുന്നു. അടുത്ത വർഷവും നമ്മൾ ഈ പദ്ധതി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ് പറയാനുള്ളത്. അടിമാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR സലികുമാർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിദ്ദിഖ്, മനീഷ് നാരായണൻ, ചാറ്റുപാറ ആപ്കോസ് പ്രസിഡന്റ് എൽദോസ്, P&I മാനേജർ സിന്ധു, ലാലി തുടങ്ങിയവർ സംസാരിച്ചു. മിൽമ സൂപ്പർവൈസർ ബിബിൻ PK, എബിൻ ചാക്കോ, ഹർഷ തുടങ്ങിയവർ കർഷകർക്കായി ക്ലാസുകൾ നയിച്ചു. കാഞ്ചാർ ലബക്കട JPM B.Ed കോളേജിൽ ജ്വാല 25 എന്ന പേരിൽ കോളേജ് ഡേ സംഘടിപ്പിച്ചു. പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MB ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഡി സെയിൽസ് അക്കാദമി ഡയറക്ടർ ഫാദർ ഷിനു പുതുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കോളേജ് മാഗസിൻ കിയ പ്രകാശനം ചെയ്തു. JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ്, JPM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ, കോളേജ് യൂണിയൻ അഡ്വൈസർ ലാലു PD, യൂണിയൻ ചെയർമാൻ ആകാശ് മാത്യു, വൈസ് ചെയർപേഴ്സൺ അൻസു ടോമി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും DJ വിത്ത് വാട്ടർ ഡ്രം എന്റർടൈൻമെന്റും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വോളിബോൾ കളിക്കളങ്ങളിൽ വിസിൽ മുഴക്കി ആവേശം നിറയ്ക്കുന്ന ഒരു ഇടുക്കിക്കാരൻ്റെ വിശേഷങ്ങളാണ് ഇനി. നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശിയായ പനാമ തോമസ് എന്ന KT തോമസ് 4 പതിറ്റാണ്ടുകളിലധികമായി വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് ഇദ്ദേഹം. 42 വർഷമായി വോളിബോൾ മത്സരക്കളത്തിൽ ഫൗളുകളും ടച്ചും ക്രോസും ബ്ലോക്കൌട്ടുമെല്ലാം നിരീക്ഷിച്ച് വിസിലടിച്ച മത്സരം നിയന്ത്രിക്കുകയാണ് പനാമ തോമസ്. വിസിൽ മുഴക്കി കളിക്കളത്തിൽ നിറയുന്ന ഈ റഫറി കേരളത്തിലെ മിക്ക വോളിബോൾ ആരാധകർക്കും പരിചിതനാണ്. ചെറുപ്പത്തിൽ താമസിച്ചിരുന്ന കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിലെ പള്ളി മൈതാനത്ത് നിന്നും തട്ടിത്തുടങ്ങിയതാണ് വോളിബോൾ. ഈ 68-ാം വയസ്സിലും തോമസിന്റെ വോളിബോൾ ആവേശത്തിന് തെല്ലും കുറവില്ല. മനോഹരമായ ഒരു ഷോട്ടിലൂടെ വീണ്ടും ജീപ്പ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന കാലത്ത് നിരവധി ടൂർണമെന്റുകളിൽ പങ്കെടുത്തിരുന്നു. 1983 റഫറി ടെസ്റ്റ് പാസ്സായി കേരള വോളിബോൾ അസോസിയേഷൻ റഫറിയായി സേവനം തുടങ്ങുന്നത്. ഇപ്പോൾ നാഷണൽ റഫറി പാനലിംഗ് അംഗമാണ്. ഇത് ഏതാണ്ട് ഒരു 9 വയസ്സ് മുതൽ വോളിബോൾ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് വോളിബോൾ കളി പഠിച്ചു. ഒരു 82 ആയപ്പോഴത്തേക്കും ആവറേജ് ഒരു കളിക്കാരനായി. അതിൽ നിന്ന് യൂത്ത് കളിക്കാൻ പോയി. അതിനുശേഷം റഫറി ടെസ്റ്റ് പാനൽ ടെസ്റ്റ് എഴുതി. ആ ടെസ്റ്റ് എഴുതി അന്നത്തെ കാലത്ത് ജയിച്ചു. അത് കഴിഞ്ഞ് യൂത്ത് കളിച്ചു. യൂത്തിലും സ്റ്റേറ്റിൻ്റെ യൂത്തിൽ കളിച്ച് ജയിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ആ കാലഘട്ടം മുതൽ ഇങ്ങനെ 85 മുതൽ ഞാൻ വോളിബോൾ റഫർ ചെയ്യാൻ തുടങ്ങി. പിള്ളേരെ പഠിപ്പിക്കാനും തുടങ്ങി. അപ്പം ഏതാണ്ട് ഒരു നിലവിലിപ്പോൾ ഒരു 8-9,000 പിള്ളേരെ ഈ സമയം കൊണ്ട് ഇത്രയും വർഷം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ റഫറിംഗ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി റഫർ ചെയ്യുകയും ഇതുവരെ മറ്റ് കോംപ്ലിക്കേറ്റഡുള്ള വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ദൈവം സഹായിച്ച് ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ചില സ്വകാര്യ സ്കൂളുകളിൽ പരിശീലനവും അവധിക്കാലത്ത് കുട്ടികൾക്ക് കോച്ചിംഗ് ക്യാമ്പുകളും നൽകുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയാണ് പനാമ തോമസ്. മനോഹരമായ ഒരു പ്ലേസ് ഷോട്ടിലൂടെ വീണ്ടും സർവിനുള്ള അംഗീകാരം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 64, വിൽപ്പനയ്ക്ക് വന്നത് 12,160, വിൽപ്പന നടന്നത് 11,860. കൂടിയ വില 2,858, ശരാശരി വില 2,558. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ. ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 850, കൊക്കോ 140, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,310 രൂപ, വെള്ളി 114.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക ക്ഷീരമേഖലകൾക്ക് മുൻതൂക്കം നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അവതരിപ്പിച്ചത് 124,47,85,500 രൂപ വരവും 124,47,64,500 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റ്. ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 171 കേസുകൾ. 5,628 പേരെ പരിശോധിച്ചതിൽ 176 പേരെ അറസ്റ്റ് ചെയ്തു. പരിശോധനകൾ തുടരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം. ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ഈ മാസം 24-ന് മുഖ്യമന്ത്രിയെ കാണും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുന്നത് ജില്ലയിലെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെച്ച ശേഷം ജില്ലാ കളക്ടറുടെ ധിക്കാര നടപടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും സംഘടനാ നേതാക്കൾ. ബൈസൺ വാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. മാലിന്യം നിക്ഷേപിക്കുന്നത് മുതിരപ്പുഴയാറിന്റെ കൈവഴിയായ ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്ത്. ഇതോടെ കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നെന്ന ആരോപണവുമായി നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.